കൊല്ലം പൂയപ്പള്ളിയിൽ 12-കാരിയെ പീഡിപ്പിച്ച കേസിൽ 56-കാരൻ അറസ്റ്റിൽ. ഓയൂർ സ്വദേശി രാജുവാണ് പിടിയിലായത്. കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ തെങ്കാശിൽ നിന്നാണ് പിടികൂടിയത്. പെൺകുട്ടിയുടെ വീട്ടിൽ ആളില്ലെന്ന് മനസ്സിലാക്കിയായിരുന്നു അതിക്രമം. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നു. വിനീഷ്, കേസിനാസ്പദമായ സംഭവം നടന്നത് എന്നാണ്? എങ്ങനെയായിരുന്നു പീഡനം? ഈ പ്രതി രാജു ഈ പെൺകുട്ടിയുടെ കുടുംബവുമായി അടുപ്പമുള്ള ആളാണോ, അല്ലെങ്കിൽ അയൽവാസിയോ മറ്റോ ആണോ? കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം പുറത്തറിയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പൂയപ്പള്ളി പോലീസാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. തെങ്കാശിയിൽ, തമിഴ്നാട് തെങ്കാശിയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ സിഐയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അവിടെ എത്തുകയും കൈയോടെ പിടികൂടുകയുമായിരുന്നു. പ്രതിക്ക് 56 വയസ്സാണ് പ്രായം. പെൺകുട്ടിക്ക് 12 വയസ്സ് മാത്രമേ ഉള്ളൂ. നിലവിൽ പോക്സോ കേസ് പ്രകാരമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ കുടുംബവുമായിട്ട് പ്രതിക്ക് യാതൊരു ബന്ധവുമില്ല. ഈ പ്രതി പലതവണ ഈ വീട്ടിന്റെ അടുത്തുകൂടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഈ കുട്ടിയുമായി പരിചയത്തിലേർപ്പെടുന്നു. ഈ പരിചയം മുതലെടുത്താണ് ഈ കുട്ടിയെ ആളില്ലാത്ത സമയത്ത് വീട്ടിലെത്തുകയും ക്രൂരമായി പീഡനത്തിനിരയാക്കുകയും ചെയ്തതെന്നാണ് പോലീസിന് ഈ പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഈ 56-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത സാഹചര്യവുമുണ്ട്. ഇത്തരം കേസുകൾ ജില്ലയിൽ തന്നെ ഈ പോക്സോ കേസുകൾ വർദ്ധിച്ചു വരുന്നത് വളരെ ആശങ്ക ഉള്ളൊരു സംഭവം തന്നെയാണ്. മുൻപും സമാനമായ പല കേസുകളും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജില്ലയിൽ അവസാനമായി വന്നൊരു കേസാണ് ഇത്. വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ട ഒരു വിഷയം കൂടിയാണ് ഈ പോക്സോ കേസുകൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടി എന്നുള്ളത് ആശ്വാസകരമായ കാര്യം കൂടിയാണ് ഇപ്പോൾ. തീർച്ചയായും, കാരണം ഒരു കൃത്യമായ ആസൂത്രണത്തോടെ പെൺകുട്ടിയുടെ വീട്ടിൽ ആളില്ലെന്ന് മനസ്സിലാക്കി അവിടെ അതിക്രമിച്ച് കയറി 12-കാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു. അതിനുശേഷം ഇയാൾ ഒളിവിൽ പോവുകയാണ് ഉണ്ടായത്. ഇത്തരമൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ലൈംഗിക